ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് താരം, അതായത് പഴയ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ ഫെബ്രുവരി 12-ാം തീയതിയാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാമുകളിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോഴാണ് മിക്ക ആൾക്കാരും അറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിവാഹമാണ്. അതായത് ഇവരുടെ വിവാഹം എപ്പോഴായിരിക്കും, എന്നായിരിക്കും എന്നൊക്കെ ഒരുപാട് മാധ്യമങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ ചില ആൾക്കാർ, ചില മീഡിയാസൊക്കെ ഇവരുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു കല്യാണം എപ്പോഴാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് അങ്ങ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും എൻഗേജ്മെൻ്റൊക്കെ നടത്തിയപ്പം ഒരുപാട് ആൾക്കാരെയൊക്കെ അറിയിച്ചു, മീഡിയാസിനെയൊക്കെ അറിയിച്ചു വളരെ ഗംഭീരമായിട്ടാണ് എൻഗേജ്മെൻറ്റ് നടത്തിയത്. അതിനുശേഷം ഇവർക്ക് ഒരുപാട് ട്രോളുകളും ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ ഈ വിവാഹം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് ഇവരുടെ വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം ഇവരധികം ആരെ അറിയിച്ചില്ല. ഇവരുടെ ഒരു ഫാമിലിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എന്താ പറയുക, അതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലുണ്ട്. വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ വളരെ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ആ ഒരു വിവാഹവും കാര്യങ്ങളെല്ലാം നടന്നത്. എന്തായാലും നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 4-ലൂടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. പുള്ളി ആ ഒരു സീസണിൽ വിജയി ആയില്ലെങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ ആ ഒരു സീസണിലെ വിജയ് ഡോക്ടർ റോബിൻ തന്നെ ആയിരുന്നു. കാരണം അത്രത്തോളം പിന്തുണ ആ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ബിഗ് ബോസിലുള്ള ആ ഒരു എല്ലാം നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിലൂടെ പുള്ളിയെ നൈസായിട്ടൊന്ന് തേച്ചിട്ട് പോയ ഒരു വ്യക്തിയാണ് ദിൽഷ എന്നറിയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് സീസൺ 4-ൽ ദിൽഷ റോബിൻ കോംബോ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ റോബിനും അതുപോലെ തന്നെയായിരുന്നു, ദിൽഷയോട് ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ആ ഒരു സീസണിൽ കപ്പ് കിട്ടിയത് വേറെ ആർക്കും അല്ല, ദിൽഷയ്ക്കാണ്. കാരണം ഡോക്ടർ റോബിൻ ചെറിയൊരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിൻ്റെ പേരിൽ റോബിനെ പുറത്താക്കുന്നു. അതിനുശേഷം പിന്നെ അതിൽ കപ്പ് ലഭിച്ചത് ദിൽഷയ്ക്കാണ്. അങ്ങനെ ദിൽഷ അവിടെ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദിൽഷയ്ക്ക് റോബിനോട് ആ ഒരു പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിലാണ് നമ്മുടെ ആരതിപ്പൊടി, അതായത് നമ്മുടെ നായികയെ കണ്ടുമുട്ടുന്നതും. അങ്ങനെ ആ ഒരു റിലേഷൻ പിന്നെ ഒരു പ്രണയത്തിലാവുന്നു. അങ്ങനെ അവരുടെ ഒരു പ്രണയം പൂവണിഞ്ഞിരിക്കുകയാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഇപ്പോൾ കല്യാണവും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിൽ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു വിവാഹം കാണാനും അല്ലെങ്കിൽ അത് എന്നാണെന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു, ആരോടും പറയാതിരുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു എൻഗേജ്മെൻറ്റ് ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഒരുപാട് ലോക്കൽ ചാനലുകാരെയും മീഡിയസിനെയൊക്കെ അറിയിച്ചാണ് അവർ എൻഗേജ്മെൻറ്റൊക്കെ നടത്തിയത്. അതുകൊണ്ടായിരിക്കാം അന്ന് അതവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഒരുപക്ഷെ തോന്നിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ എൻഗേജ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ വിവാഹം ഈ ഒരു, അതായത് ഏത് ഡേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മീഡിയാസൊക്കെ അവിടെ എത്തുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ കല്യാണം എന്തായാലും വളരെ ഗംഭീരമായിട്ട് അവരുടെ സ്വപ്നം എന്താണ്, ആ ഒരു സ്വപ്നത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ അവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇത്ര വർഷമായിട്ടും, അതായത് ആ ഒരു സീസൺ 4-ൽ വന്നൊരു വ്യക്തിയാണ് ആ ഒരു ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആ ഒരു മനുഷ്യനെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സ്നേഹം ഇപ്പോഴും ആർക്കും ഒരു ഇച്ചിരി പോലും കുറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് പറയാനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ റോബിൻ്റെ ആ ഒരു വിവാഹം കാണാനൊക്കെ കൊതിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കാണാൻ പറ്റിയത് നമുക്ക് അവരുടെ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസിലൊക്കെ കൂടെ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും നല്ലൊരു കാര്യം, അവരൊരു പുതിയ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ട് അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ എന്താ പറയുക വളരെ സന്തോഷകരമായിട്ട് പോട്ടെ. അതോടൊപ്പം തന്നെ എങ്കിലും കുറച്ച് ആൾക്കാരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു വിവാഹത്തിൻ്റെ ഡേറ്റ്. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊരു എന്താ പറയുക, ഇപ്പോൾ ഡേറ്റ് ഈ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ കുറേ ലോക്കൽ യൂട്യൂബ് ചാനലുകാരൊക്കെ അവരുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ് അവിടെ എത്തും. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് ഒരുപക്ഷെ അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവർ രഹസ്യമായിട്ട് ഈ ഒരു വിവാഹം എന്തായാലും നടത്തിയത്. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളി. ഒരു
ഒരു പ്രത്യേക ഒരു ഭംഗിയിലായിരുന്നു ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ. ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് വളരെയധികം ഭംഗിയിലായിരുന്നു ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ലൈഫ് അവർക്ക് ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ എന്താ പറയുക, ആരതിപ്പൊടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ഫാഷൻ ഡിസൈനിങ് ആ ഒരു മേഖലയിൽ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. എന്തുകൊണ്ടും നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒത്ത ഒരു ജോഡി തന്നെയാണ് ആരതിപ്പൊടി എന്ന് പറയുന്നത്. കാരണം ആ ഒരു സീസൺ കഴിഞ്ഞിട്ട്, ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് കണ്ട് രണ്ടുപേരൂടെ അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. എന്തായാലും ആ ഒരു ഇഷ്ടവും പ്രേമവും ഒക്കെ അവസാനം അവരുടെ വിവാഹത്തിൽ എത്തി. ഇനി അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്യാതെ പോകരുത് കേട്ടോ.